ഹായ്, വെൽക്കം ബാക്ക് ടു എറ്റിംഗ് വീഡിയോ ഓഫ് GG ഓട്ടോമേഷൻ. നമ്മൾ നോർമലി ഒരുപാട് സബ്സിഡീസ് ഒക്കെ ഇപ്പോൾ ഗവൺമെന്റിൽ നിന്നും കിട്ടാറുണ്ട്. പല മേഖലയിലായിട്ട്, ഇപ്പോൾ കാർഷിക മേഖലയിലാവട്ടെ അല്ലെങ്കിൽ ഒരു വെൽഫെയറിന്റെ മേഖലയിലാവട്ടെ, പല രീതിയിലും നമുക്കൊരു സബ്സിഡി സ്കീംസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പം സോളാറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് എന്തെങ്കിലും സബ്സിഡി സ്കീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഒരുപാട് പേരും തിരക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ഇൻഫർമേഷൻ ആവട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം. ഈ സോളാറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ MNRE എന്ന് പറയുന്ന ഒരു സബ്സിഡി സ്കീമിലൂടെയാണ് സബ്സിഡി ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് സെൻട്രൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സബ്സിഡിയാണ്. പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പം പണ്ടൊക്കെ ചിന്തിച്ചിരുന്നത് ഒരു സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ വലിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ റിച്ച് പീപ്പിൾസിനൊക്കെ പറ്റുന്ന കാര്യം മാത്രമാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, സാധാരണ ആൾക്കാരിലേക്കും ഈ ഒരു സോളാർ റൂഫ്ടോപ്പ് പദ്ധതി എത്തണം എന്നൊരു ചിന്തയിൽ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടായിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു സബ്സിഡി സ്കീം പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിനി ഈ സബ്സിഡി സ്കീമിലൂടെ ഗവൺമെന്റ് തരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു പ്ലാൻ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ്. ഇപ്പം റെസിഡൻഷ്യൽ സെഗ്മെന്റിൽ വേറൊരു രീതിയിൽ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിംഗ് ഹൗസസ് പോലുള്ള ഫ്ലാറ്റിലൊക്കെ പോലുള്ള ഇൻഡിവിജ്വൽ ഹൗസസിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം റെസിഡൻഷ്യൽ സെഗ്മെന്റിൽ വരുന്ന 1 കിലോ വാട്ട് പ്ലാന്റിനാണെങ്കിൽ 30,000 രൂപയാണ് സബ്സിഡി എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. 2 കിലോ വാട്ട് ആകുമ്പോൾ അത് 60,000 രൂപ കിട്ടുന്നുണ്ട്. 3 കിലോ വാട്ട് ആകുമ്പോഴത്തേക്ക് 78,000 രൂപയാണ് സബ്സിഡി കിട്ടുന്നത്. ഇനി ഈ 3 കിലോ വാട്ടിന് മുകളിലോട്ട് പ്ലാൻ കപ്പാസിറ്റി ഉള്ള എല്ലാ പ്ലാന്റിനും 78,000 രൂപ തന്നെയാണ് സബ്സിഡി എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഫ്ലാറ്റ് പോലുള്ള ഇൻഡിവിജ്വൽ ഹൗസസിനൊക്കെ ആണെങ്കിൽ ഒരു 2 കിലോ വാട്ട് പ്ലാൻ കപ്പാസിറ്റി ആണെങ്കിൽ 30,000 രൂപ ലഭിക്കുന്നുണ്ട്. ഈ 2 കിലോ വാട്ടിന് മുകളിലോട്ട് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ 3 കിലോ വാട്ട് പ്ലാന്റിനൊക്കെ പെർ കിലോ വാട്ടിന് എത്രയാണോ 18,000 രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പം 3 കിലോ വാട്ട് പ്ലാൻ കപ്പാസിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പെർ കിലോ വാട്ടിന് 18,000 രൂപ വെച്ചിട്ട് നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇനി ഈ സബ്സിഡി കിട്ടാനായിട്ട് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ഇനി MNRE സ്കീമിലൂടെ ഈ സബ്സിഡി സ്കീം കസ്റ്റമേഴ്സിന് ലഭിക്കാനായിട്ട് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പം കസ്റ്റമറിന് സ്വന്തമായിട്ട് ഒരു റൂഫ് ടോപ്പ് സൗകര്യം ഉണ്ടായിരിക്കും സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ പ്ലാന്റ് ഇൻസ്റ്റാളേഷന് നമ്മൾ ചൂസ് ചെയ്യുന്ന വെൻഡർ MNRE അപ്രൂവ്ഡ് ആയിരിക്കണം. എന്ന് പറയുമ്പോൾ ചില കസ്റ്റമേഴ്സ് എങ്കിലും നമ്മൾ ശ്രദ്ധിക്കത്തില്ല, വെൻഡറിനെ ചൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വെൻഡറിനെ ചൂസ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സബ്സിഡി സ്കീം ലഭിക്കാതെ വരുന്നുണ്ട്. MNRE അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വെൻഡർ ആണോ നിങ്ങൾ ഉറപ്പായിട്ടൊരു വെൻഡറിനെ ചൂസ് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് തന്നെ ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാനൽസ് അത് DCR പാനൽസ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പം നോൺ DCR പാനൽസ് ആണെങ്കിൽ അതിനും സബ്സിഡി സ്കീം ലഭിക്കുന്നില്ല. പിന്നെ നമ്മളിപ്പം റെസിഡൻഷ്യൽ സെഗ്മെന്റിലേക്ക് ആണെങ്കിൽ ഒരു പ്ലാൻ കപ്പാസിറ്റി 10 കിലോ വാട്ട് വരെ പോവാം. ഇനി ഒരു ഹൗസിംഗ് സൊസൈറ്റീസിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഹൗസസിനൊക്കെ ആണെങ്കിൽ ഒരു 500 കിലോ വാട്ട് വരെയാണ് പ്ലാൻ കപ്പാസിറ്റിയുടെ ലിമിറ്റ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ സബ്സിഡിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻഫർമേഷൻസ് എല്ലാം കൃത്യമായി കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഒരു മിസ്റ്റേക്ക് പോലും വരുത്താതിരിക്കുക. ഇനി എപ്പോഴാണ് ഈ സബ്സിഡി സ്കീമിന് അപ്ലൈ ചെയ്യേണ്ടുള്ളതെന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. നമ്മളിപ്പോൾ ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആദ്യം KCBയിൽ രജിസ്റ്റർ ചെയ്യും. ഈ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫീസിബിലിറ്റി ചെക്കിംഗ് ഉണ്ടാവും. അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു MNRE അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വെൻഡറിനെ വെച്ച് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ പ്ലാന്റ് ഇൻസ്റ്റാളേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് KCBയിൽ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം മീറ്ററൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കൺസേൺഡ് ആയിട്ടുള്ള ഡിസ്കോമിൽ നിന്ന് ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടാവും. ഈ ഇൻസ്പെക്ഷനിൽ പ്ലാന്റ് കമ്മീഷൻഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സബ്സിഡിക്ക് അപ്ലൈ ചെയ്യാം. ഈ സബ്സിഡിക്ക് അപ്ലൈ ചെയ്ത് ഒരു 30 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ MNRE സബ്സിഡി സ്കീമിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.